ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഒരു പേര വെറൈറ്റീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പലവിധം പേരക്ക തൈകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഏകദേശം ചിലതൊക്കെ കായ്ച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഏതൊക്കെ വെറൈറ്റീസാണെന്നൊക്കെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നോമ്പൊക്കെ അതിലെ റമദാൻ കരീം. ഇതാണ് ഒരു വെറൈറ്റി. ഇത് റെഡ് ഡയമണ്ട് അഥവാ ജപ്പാൻ പേര എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ മേലെയായി. ഇതിപ്പോൾ ഇതുമ്പോൾ ഒരുപാട് കായ കിട്ടി. ഇതിലിപ്പോൾ ഒരു കായ കായ്ച്ച് നിൽക്കുന്നുണ്ട്. ജപ്പാൻ പേര അഥവാ റെഡ് ഡയമണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉൾവശം നല്ല ചുവപ്പ് കളറായിരിക്കും. നല്ല ടേസ്റ്റുള്ള പേരൊക്കെയാണിത്. ഇത് വേറൊരു വെറൈറ്റി തായ് പിങ്ക് പേര എന്ന് പറയും. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. ഇതിന് നിറച്ച് കായുണ്ട്. കാരണം ഇതാണ് ഒരു വീട്ടിൽ എല്ലാവരും വെക്കേണ്ട ഒരു പേര. കാരണം ഇത് നമ്മൾ വെച്ചാൽ മുതലാവും, അത്രയും കായ നമുക്ക് കിട്ടും. ഒരു സീസണില്ലാതെ കായ ഉണ്ടാവില്ല. തായ് പിങ്ക് പേര ഒരുവിധ ആളുകളുടെ വീട്ടിലൊക്കെ ഈ പേര ഉണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നിറച്ച് നിറയെ കായകളുണ്ട്. ഇതിലൊക്കെ ഉണ്ട്. ഇതേമാതിരി ഇവിടെ ഒരു കായ അതേപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒന്ന് മൂക്കുമ്പോഴത്തേനും അടുത്ത ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ പൊഞ്ഞ് പുതിയത് വരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൈകളൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് അവൈലബിൾ ആണ്. ഇത് തായ് പിങ്ക് പേര. ഇത് പിന്നെ സ്ട്രോബെറി പേര എന്നൊക്കെ പറയും. ഇത് കൊടുന്ന് വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 വർഷത്തിന് 3 വർഷമൊക്കെ ആയി. ഇതൊരു വലിയ മരമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതുമ്മ കായ വന്നിട്ടില്ല. കായ വന്നു പറഞ്ഞാൽ ഫസ്റ്റ് വെച്ച ഉടനെ കുറച്ച് പേരൊക്കെ കിട്ടി. സ്ട്രോബെറി ഇത് നല്ല കളറ് വരും, സ്ട്രോബെറിൻ്റെ കളറ് വരും പഴുത്ത് വരുമ്പോൾ. ടേസ്റ്റും ഉണ്ട്. പക്ഷേ ഈ ഒരു പേര ആരും വെക്കരുത്. കാരണം ഈ റെഡ് കളറ് വെച്ചിട്ട് കാര്യമില്ല. സ്ട്രോബെറി പേര എന്ന് പറഞ്ഞാൽ യെല്ലോ കളറ് വരുന്നുണ്ട്. ആ യെല്ലോ ആണ് എപ്പോഴും കായ പിടുത്തം കിട്ടുക. ഈ റെഡ് കളറ് ആരും വാങ്ങി വെക്കരുത്. കാരണം അത് കായ്ക്കൂല. അപ്പോൾ അതിനുള്ളൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ മരം. കായ്ക്കൂല എന്ന് ഉറപ്പാണ്. കാരണം ഞാനിതിന് ഒരുപാട് വളം ചെയ്ത് കൊടുത്തു. എല്ലാ രീതിയിലും ഞാൻ നോക്കി ഇത് കായ്ക്കോ നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതുമ്മ കായ വന്നിട്ടില്ല. ഫസ്റ്റത്തെ ടൈമിൽ മാത്രമേ 2 കായ കിട്ടി. അത് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ആരും ഈ ഒരു പേര ഈ സ്ട്രോബെറി പേര വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ യെല്ലോ കളർ പേര വെക്കണം. അതാണ് ഇതിലേറെ ടേസ്റ്റും നിറച്ച് കായ പിടിക്കാൻ ചാൻസ് ഉള്ള തൈ അതാണ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് സെയിലിനായിട്ട് വെച്ച കുറച്ച് പേരത്തൈകൾ ഉണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ഇതാണ് ഈ പേര വയലറ്റ് പേര അറിയും. ഇത് കായ പെട്ടെന്ന് വരുന്ന ഒരു ഇനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കായ നല്ല വയലറ്റ് കളറായിരിക്കും. ഉൾവശം നല്ല മധുരം ഉണ്ടാവും. നല്ലൊരു പേര വെറൈറ്റിയാണിത്. അതുപോലെ തായ് പിങ്ക് പേരൻ്റെ തൈകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇതാണ് തായ് പിങ്ക് പേരൻ്റെ തൈകൾ. ഇതൊക്കെ ഞാൻ അത്യാവശ്യം നല്ല കവർ സൈസ് ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇനി പ്രൂൺ ചെയ്തെങ്കിലുള്ളൂ പേരക്കൊക്കെ നന്നായിട്ട് കായ്ക്കുക. ഇപ്പം ഞാൻ അപ്പുറത്ത് വെച്ച തൈകളൊക്കെ അത്യാവശ്യം പ്രൂൺ ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ടാണ് അതിമൊക്കെ കായ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പേരക്കനെ കുറിച്ച് ആർക്കൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ അതിന് ചെയ്യണ വളങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരും. അപ്പോൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തിയാൽ മതി. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്ക്. ഓക്കെ, ബൈ, താങ്ക് യു.